Hello all, welcome to Concepts. ഇന്ന് നമ്മൾ ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എക്സാം പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് VHSCക്ക് വേണ്ടി PSC നടത്തിയ എക്സാമാണ് 2015. അതിൻ്റെ കോഡ് ക്വസ്റ്റ്യൻ കോഡ് 32/2015 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ലെവലും അതുപോലെ തന്നെ ബിടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. If a number of resistors are connected in parallel, the effective resistance will be option A, sum of individual resistance, option B, sum of the reciprocal of individual resistance, option C, higher than the largest resistance in the circuit, and option D is less than the lowest resistance in the circuit. അപ്പോൾ നമുക്ക് ആദ്യം സീരീസും പാരലൽ റെസിസ്റ്റൻസും നോക്കാം അല്ലേ. സോ രണ്ട് റെസിസ്റ്റൻസ് എടുക്കാം തൽക്കാലത്തേക്ക്. രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു ലീഡിൽ നിന്ന് അടുത്ത റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയാണ് സീരീസ് കണക്ഷൻ വരുന്നത്. ഇത് R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഇത് R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസും ആണെങ്കിൽ സീരീസ് കണക്ഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വാല്യൂവിനെ നമുക്ക് RS എന്ന് ഡിനോട്ട് ചെയ്യാം. RS is equal to 1 അല്ല, രണ്ടിൻ്റെയും സം ആണ്. R1 plus R2 ആണ് RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി പാരലൽ റെസിസ്റ്റൻസിൻ്റെ കേസ് എടുക്കുകയാണ്. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇങ്ങനെ രണ്ട് റെസിസ്റ്റൻസും അതിൻ്റെ രണ്ട് ലീഡ്സും തമ്മിൽ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, മുകളിലത്തെ റെസിസ്റ്റൻസ് R1ഉം താഴത്തെ റെസിസ്റ്റൻസ് നമുക്ക് R2 എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ RP എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. പാരലൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് RP എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് എഴുതുക? അത് നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ RP 1/RP is equal to 1/R1 plus 1/R2 എന്നാണ്. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ is the sum of reciprocals of individual resistance. effective resistance അല്ല sum of individual resistanceന്റെ effective resistance അല്ല sum of the reciprocal of individual resistance. പകരം effective resistanceന്റെ reciprocal ആണ് sum of the reciprocal of individual resistance എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെഡ്യൂസ് ചെയ്താൽ RP is equal to എങ്ങനെ കിട്ടും? RP എന്ന് പറഞ്ഞാൽ RP is equal to R1 R2 LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. R1 R2 by R1 plus R2 എന്നാണ് വരിക. ഓക്കെ, സോ ഈ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസിലേക്ക് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി. ഓപ്ഷൻ എ എന്താ പറയുന്നത്? സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണോ? അല്ല, നമ്മൾ പറഞ്ഞു സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് വെൻ ദി റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണോ? അല്ല, ഒറ്റ നിമിഷം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പാരലൽ കണക്ഷനിലെ റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്നുള്ളത്, അല്ലാതെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ല. 1/RP is equal to 1/R1 plus 1/R2 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന RP ആണ്. RP ഒരിക്കലും സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് അല്ല. അപ്പോൾ നമ്മൾ ചാടിക്കേറി ഓപ്ഷൻ ബി എഴുതല്ലോ. ഓപ്ഷൻ ബി അല്ല റൈറ്റ് ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ സി എന്താ പറയുന്നത്? ഹയർ ദാൻ ദി ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. ഓപ്ഷൻ ഡി പറയുന്നത് ലെസ് ദാൻ ദി ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ ഇത് രണ്ടിലേതോ ഒന്നാണ്. അപ്പോൾ നമുക്കൊന്ന് അത് നോക്കാം.
ഞാൻ നേരത്തെ സർക്യൂട്ട് വരച്ചു രണ്ട് റെസിസ്റ്റൻസ് R1ഉം R2ഉം പാരലൽ ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R1ന് നമുക്കൊരു 1 ഓം എന്നും കൊടുക്കാം, R2ന് ഒരു 10 ഓം എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? 1 + 10 11 ഓം എന്ന് വരും അല്ലേ? 11 ഓം is greater than largest resistance value in the circuit, that is 10 ohm. 10 ohമിനേക്കാളും ഗ്രേറ്റർ അല്ലേ 11 ohm? നമുക്ക് വേറെ ഓപ്ഷൻസ് കൊടുക്കാം. ഒരു 5 ഓമും 15 ഓമും കൊടുക്കാം. അങ്ങനെയാണെങ്കിലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? It is 20 ohm which is greater than 15 ohm which is the largest resistance in the circuit. അപ്പോൾ എപ്പോഴും സീരീസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ സീരീസ് കണക്ഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് it is always greater than the largest resistance value in the circuit. ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആൻസർ എഴുതാം, വിതൗട്ട് കാൽക്കുലേഷൻ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, സോ രണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. വണ്ണും ഒരു 3.333 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വൺ അല്ല വലിയ വലിയ വാല്യൂസ് തന്നേക്കുവാണെങ്കിൽ നമുക്ക് വിത്തൗട്ട് കാൽക്കുലേഷൻ ആഡ് ചെയ്യേണ്ടതിന് പകരം നമുക്ക് ജസ്റ്റ് ആ ഓപ്ഷൻസ് നിന്ന് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം. കാരണം എന്താ, ഏറ്റവും വലിയ റെസിസ്റ്റൻസ് വാല്യൂവിനേക്കാളും വലുതായിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നമുക്ക് ബാക്കി എല്ലാം റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഈ ഓരോ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് പാരലൽ കണക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ R1ഉം R2 എടുക്കുവാണ്. ഇവിടെ 1ഉം 10 ഓമും എടുക്കാം പാരലായിട്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക? 10 × 1/10 + 1, അതായത് 10/11 എന്ന് വരും അല്ലേ? 10/11 എന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അതായത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണ്. 1 ഓമിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദി ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. പാരലൽ കോമ്പിനേഷൻസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ ദി ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. ഓർത്ത് വെച്ചേക്കുക. ഇതും നമുക്ക് ഡയറക്റ്റ് എന്താ ഈ ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ ഓർത്ത് എന്താ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് തന്നെ PSC ചോയ്സ് റൂൾ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. സോ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ, സോ ദി റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. Direction of rotation of a DC motor is determined by Option A, Lenz's law, Option B, Fleming's right hand rule, Option C, Fleming's left hand rule, and Option D, corkscrew rule. നമുക്ക് ഈ ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ലെൻസസ് ലോ എന്താണെന്ന് നോക്കാം. ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി കറന്റ് induced in a circuit due to a change in magnetic field is directed to oppose the change in flux and to exert a mechanical force which opposes the motion. മനസ്സിലായോ? എന്താണ് ലെൻസസ് ലോ പറയുന്നത്? ലെൻസസ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം ഒരു സർക്യൂട്ടിൽ ഉണ്ടായ കറണ്ട്, ഇൻഡ്യൂസ് ആയ കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ in such a way that the direction എങ്ങനെയായിരിക്കും? Direction is to oppose the change in flux. അതായത് ആ ഫ്ലക്സിനെ തന്നെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ആ ഫ്ലക്സ് കാരണമാണല്ലേ ആ സർക്യൂട്ട് ഒരു കറണ്ട് ഉണ്ടായത്. അപ്പൊ ആ ഒരു ഫ്ലക്സിനെ തന്നെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഇൻഡ്യൂസ് കറണ്ട് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ഷന്റെ ആ ഒരു എന്താ കൺസെപ്റ്റ് കൊണ്ടുവരുന്നതാണ് ഈ ലെൻസസ് ലോ എന്ന് പറയുന്ന ലോ ചെയ്യുന്നത്. നമ്മുടെ ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ പറയുന്നത്? Induced EMF is induced in such a way that it is directly proportional to the rate of change of flux. അല്ലേ? ഇതാണ് നമ്മുടെ ഫാരഡേസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫാരഡേസ് ലോയിൽ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് ഒരു മൈനസ് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഈ ഒരു മൈനസ് വാല്യൂ കൊണ്ടുവരുന്ന ഫാക്ടർ ആണ് നമ്മുടെ ലെൻസസ് ലോ എന്ന് പറയുന്നത്.
ഓക്കെ, ഈ മൈനസ് ഫാക്ടർ എന്താണ്? മൈനസ് ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനെയാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഈ ഇ എം എഫിനെ തന്നെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മെക്കാനിക്കൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നു. അതായത് നമ്മുടെ കറണ്ട് എങ്ങനെയാണോ ഇൻഡ്യൂസ് ആയത് ആ ഒരു വെരി കോസിനെ തന്നെ അത് ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് is directed to oppose the change in flux and to exert a mechanical force which opposes the motion. മനസ്സിലായോ? അതാണ് ലെൻസസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ലെൻസസ് ലോ ഇ എം എഫ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇ എം എഫിന്റെ ഡയറക്ഷനെയാണ്, കറണ്ടിന്റെ ഡയറക്ഷനെയാണ് ലെൻസസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ജനറേറ്റേഴ്സിന്റെ കറണ്ടിന്റെ ഡയറക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്? നമ്മുടെ റൈറ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ്, തമ്പും ഇൻഡെക്സ് ഫിംഗറും അതുപോലെ സെൻട്രൽ ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ജനറേറ്ററും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സും, അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സ് ലൈൻസിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്താൽ സെൻട്രൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യും. സി തമ്പില് THUMB, അപ്പോൾ എം എന്ന് പറയുന്നത് മോഷനെ റെപ്രസെന്റ് ചെയ്യും. എം എന്ന് പറയുന്നത് മോഷൻ, ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. തമ്പില് എം ഇൻഡിക്കേറ്റ് ദി മോഷൻ ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ 4 ഫിംഗർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. 4 ഫിംഗറിൽ എഫ് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും. ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫീൽഡ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത് സെൻട്രൽ ഫിംഗറിൽ സി. സെൻട്രൽ ഫിംഗറിൽ സി എന്ന് പറഞ്ഞാൽ കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 തമ്പ് മോഷൻ, കണ്ടക്ടറിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യുകയും 4 ഫിംഗർ ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുകയും സി എന്ന് ചെയ്താൽ സെൻട്രൽ ഫിംഗർ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ജനറേറ്റേഴ്സ്. അതാണ് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ഇൻ ജനറേറ്റേഴ്സ്, നോട്ട് ഇൻ മോട്ടോഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജനറേറ്റേഴ്സ്. നെക്സ്റ്റ് ഈസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ കണ്ടു, ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കാം. സിമിലർലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പും ഇൻഡെക്സ് ഫിംഗറും അല്ലെങ്കിൽ 4 ഫിംഗറും സെൻട്രൽ ഫിംഗറും പെർപെൻഡിക്കുലർ ആയിട്ട്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിട്ട് ഹോൾഡ് ചെയ്തേക്കുകയാണെങ്കിൽ എന്താണ്? സെൻട്രൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ടും അതുപോലെ തന്നെ 4 ഫിംഗർ ലൈൻസ് ഓഫ് ഫ്ലക്സിനെയും റെപ്രസെന്റ് ചെയ്താൽ തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മോഷനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. കറണ്ട് കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം, പക്ഷേ മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇൻ കേസ് ഓഫ് മോട്ടോഴ്സിലാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ജനറേറ്റേഴ്സിലും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് മോട്ടോഴ്സിലുമാണ്. ഓക്കെ, സോ ഇവിടെ ഓർത്തിരിക്കുക, സെൻട്രൽ ഫിംഗർ നേരത്തെ പോലെ തന്നെ സെൻട്രൽ ഫിംഗർ കറണ്ട്, മിഡിൽ 4 ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ തമ്പ് എന്ത് ചെയ്യും? ഡയറക്ഷൻ ഓഫ് മോഷനെ റെപ്രസെന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. So the rule states that outstretch the 3 fingers of the left hand, namely first finger എന്ന് പറഞ്ഞാൽ എന്താണ്? First finger, middle finger and the thumb. So first finger എന്ന് പറഞ്ഞാൽ 4 ഫിംഗർ ആണ്. 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് ദി തമ്പ് ഇതിനെ സ്ട്രെച്ച് ചെയ്ത് വെക്കുക. അതാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഫിംഗർ കറണ്ടിനെയും 4 ഫിംഗർ ഫീൽഡിനെയും റെപ്രസെന്റ് ചെയ്താൽ തമ്പ് മോഷൻ റെപ്രസെന്റ് ചെയ്യും. അത്രയും മാത്രമേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവണ്ട. ഈ ഒരു 3
CFM എന്ന് നിങ്ങൾ ആ ലെറ്റേഴ്സ് ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് മോട്ടോഴ്സിനാണെങ്കിലും ജനറേറ്റേഴ്സിനാണെങ്കിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. C stands for current, F stands for field and M stands for motion. ഓക്കെ, only thing ഓർത്ത് വെച്ചേക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇസ് ഫോർ മോട്ടോറിനാവുമ്പോൾ മോഷന്റെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ റൈറ്റ് ഹാൻഡ് റൂൾ ഇസ് ഫോർ ജനറേറ്റേഴ്സിനാവുമ്പോൾ കറണ്ട് അല്ലേ ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, so Fleming's left-hand rule is used for electric motors, while Fleming's right-hand rule is used for electric generators. Different hands need to be used for motors and generators because of the difference between cause and effect. Okay. ഇനി ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും ഡിഫറെൻറ്റ് മോട്ടോഴ്സിന് ജനറേറ്റേഴ്സിന് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കാനുള്ള രണ്ട് സെൻറ്റൻസ് ആണിത്. മോട്ടോഴ്സ് ഡ്രൈവ് ഓൺ ദി ലെഫ്റ്റ് ഇൻ ബ്രിട്ടൻ. അപ്പോൾ ലെഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ മോട്ടോഴ്സ്, അത് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇത് ഓർത്താൽ മതി, ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ്. ജെനി ഈസ് ഓൾവേസ് റൈറ്റ്. ജെനി സ്റ്റാൻഡ്സ് ഫോർ ജനറേറ്റർ. അപ്പോൾ ജനറേറ്റേഴ്സ് ഈസ് ഓൾവേസ് റൈറ്റ്, ജെനി ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് ഓർത്ത് വെച്ചിരുന്നാൽ ജനറേറ്റർ ഈസ് റൈറ്റ് ഹാൻഡ് റൂളും മോട്ടോഴ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ആണെന്നുള്ള കൺഫ്യൂഷൻ മാറി കിട്ടും. ഓക്കെ, അടുത്ത മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഈ സെക്കൻഡ് ഫിഗറാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഡയറക്ഷൻ ഓഫ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും തമ്മിലുള്ള റിലേഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രൂ നമ്മളിങ്ങനെ കറക്കിയിട്ട് ഉള്ളിലേക്കാണ് കയറുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സ്ക്രൂ നമ്മൾ മുകളിൽ നിന്ന് അതിനെ തിരിക്കുവാണ്, അപ്പോൾ അത് ഉള്ളിലേക്ക് കയറി വരുവാണ്. ആ ഒരു ഉള്ളിലേക്ക് കയറി വരുന്ന ഡയറക്ഷനാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ ഈ നമ്മൾ സ്ക്രൂവിനെ തിരിക്കുന്ന ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തം റൂളും പറയുന്നത്. അതെന്താ പറയുന്നത്? റൈറ്റ് ഹാൻഡ് തം റൂൾ പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാണ്, തംസ് ഡൗൺ എന്നുള്ള പൊസിഷനിലേക്ക് ഹോൾഡ് ചെയ്തേക്കുവാണെങ്കിൽ തമ്പിന്റെ ഡയറക്ഷനിൽ കറണ്ട് പോകും. അതുപോലെ തന്നെ ഈ ഒരു ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ കണ്ടോ, ഫിംഗേഴ്സ് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന ആ ഡയറക്ഷനിലായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ഇതാണ് റൈറ്റ് ഹാൻഡ് തം റൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് തം റൂളും മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂളും ഒക്കെ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടോർ ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഇനി നിങ്ങൾക്ക് മാറിപ്പോവില്ലല്ലോ, DC മോട്ടോറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾ ഏതാണ്? ഇറ്റ് ഈസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വോൾട്ടേജ് ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ. ഒരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈസ് 2.1 വോൾട്ട്, ഓപ്ഷൻ ബി 1.2 വോൾട്ട്, ഓപ്ഷൻ സി ഈസ് 1.8 വോൾട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 1.5 വോൾട്ട്. ഇപ്പോൾ ഒരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി അല്ല സെല്ലാണ്. സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2.1 വോൾട്ട് ആണ് വരിക. അപ്പോൾ ഈ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. സെൽ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്, പല സെൽസ് കൂടിയിട്ടാണ് ഒരു ബാറ്ററി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് പല വേരിയൻസിൽ അവൈലബിൾ ആണ്. ഫ്രം 6 വോൾട്ട് തൊട്ട് 18 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്, 24 വോൾട്ട്, അങ്ങനെ ബാറ്ററീസ് പല റേഞ്ചിൽ അവൈലബിൾ ആവും. എങ്ങനെയാണ് ഈ പല റേഞ്ച് വരുന്നത്? പല റേഞ്ച് വരാൻ കാരണം നമ്പർ ഓഫ് സെൽസ് യൂസ് ചെയ്യുന്നത് ഡിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 6 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ 2.1 വോൾട്ട് ആണ് ഒരു ഇൻഡിവിജ്വൽ സെല്ലിന്റെ ഫുള്ളി ചാർജ്ഡ് വോൾട്ടേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2.1 വോൾട്ട് ഇൻറ്റു 3 ആണ് 6 വോൾട്ട്, അല്ലെങ്കിൽ 6.3 വോൾട്ട് ആണ് വരിക അല്ലേ. ഇതാണ് നമ്മുടെ 6 വോൾട്ട് ബാറ്ററിയിൽ. 6 വോൾട്ട് ബാറ്ററിയിൽ അപ്പോൾ 3 സെൽസ് ഉണ്ടാവും. 12 വോൾട്ട് ബാറ്ററിയിലോ 6 സെൽസ് ഉണ്ടാവും. കാരണം 6 ഇൻറ്റു 1.2 ആണ് 2.1 ആണ് 12.6 എന്ന്, അല്ലെങ്കിൽ 12 വോൾട്ട് എന്ന്, അപ്രോക്സിമേറ്റ്ലി 12 വോൾട്ട് അല്ലേ. അങ്ങനെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വോൾട്ടേജ് പല വോൾട്ടേജ് വാല്യൂസിലുള്ള ബാറ്ററീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കാം. സോ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് എ ടൈപ്പ് ഓഫ് റീചാർജബിൾ ബാറ്ററി. അതൊരു റീചാർജബിൾ ബാറ്ററി ആണ്. അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററീസ് നോമിനൽ വോൾട്ടേജ് 2 വോൾട്ട് ഫോർ ഈ സെൽ. 2 വോൾട്ട് ആണ്, അതായത് 2.1 വോൾട്ട് ആണ്. നമ്മൾ 2 വോൾട്ട് വെച്ചാണ് കാൽക്കുലേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചോയ്സിൽ ഇപ്പോൾ 2.1 വോൾട്ട് ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 2.1 വോൾട്ട് ആണ് ചോയ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്
For a single cell, the voltage can range from 1.8 volt loaded at full discharge. അതായത് ഫുള്ളി ഡിസ്ചാർജ് ചെയ്തേക്കുന്ന ഒരു ബാറ്ററിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.8 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഫുള്ളി ചാർജ് ചെയ്തേക്കുന്ന ബാറ്ററി 2.14 വോൾട്ടും ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ഫോർ എ സിംഗിൾ സെൽ ദി വോൾട്ടേജ് ക്യാൻ റേഞ്ച് ഫ്രം 1.8 വോൾട്ട് ലോഡഡ് അറ്റ് ഫുൾ ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യന് പകരം എന്താ voltage of a single cell lead acid battery loaded at full discharge എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.8 വോൾട്ട് ആണ് ഓപ്ഷൻ ആയിട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി 2.14 എപ്പോഴാണ് വരുന്നത്? ഓപ്പൺ സർക്യൂട്ട് അറ്റ് ഫുൾ ചാർജ് ചെയ്ത ബാറ്ററിന്റെ വോൾട്ടേജ് ആണ് 2.14 വോൾട്ട് എന്ന് പറയുന്നത്. ഇൻ ദി ഫുള്ളി ചാർജ്ഡ് സ്റ്റേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റും ഉണ്ടാവും നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാവുമല്ലോ ആ ബാറ്ററിക്ക്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലെഡ് ആയിരിക്കും, അതുപോലെ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലെഡ് ഡയോക്സൈഡ് ആയിരിക്കും ഫുള്ളി ചാർജ്ഡ് സ്റ്റേറ്റിൽ. ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് അക്വസ് സൾഫ്യൂരിക് ആസിഡ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. ഇത് നേരത്തെ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ഫുള്ളി ചാർജ്ഡ് സ്റ്റേറ്റിൽ, വിച്ച് സ്റ്റോർസ് മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ എനർജി. ഇനി ഡിസ്ചാർജ് സ്റ്റേറ്റിലാണെങ്കിലോ പോസിറ്റീവും നെഗറ്റീവ് പ്ലേറ്റ്സും ബോത്ത് പ്ലേറ്റ്സ് ബിക്കം ലെഡ് സൾഫേറ്റ്. രണ്ട് പ്ലേറ്റും ലെഡ് സൾഫേറ്റ് ആയിട്ടാണ് ഇരിക്കുക ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ. ആൻഡ് ഓൾസോ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ മാറിയിട്ട് പ്യുവർലി ഒരു വാട്ടറിന്റെ കോൺസെൻട്രേഷനിലായിട്ട് മാറി കഴിയും, കാരണം ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഫുള്ളി ചാർജ്ഡ് സ്റ്റേറ്റിൽ നെഗറ്റീവ് പ്ലേറ്റ് ലെഡും പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് ഡയോക്സൈഡും ആയിരിക്കും. അതുപോലെ ഇലക്ട്രോലൈറ്റ് അക്വസ് സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഇനി ഫുള്ളി ഡിസ്ചാർജ് സ്റ്റേറ്റ് ആകുമ്പോൾ രണ്ട് പ്ലേറ്റും ലെഡ് സൾഫേറ്റ് ആയിരിക്കും. അതുപോലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ടർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വോൾട്ടേജ് ഓഫ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ ആണ്, 2.1 വോൾട്ട് ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. കണ്ടോ, ഈ ഒരു ചോയ്സ് 1.8 വോൾട്ടും ഉണ്ട് ചോയ്സിൽ. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. 1.8 വോൾട്ട് വരുന്നത് ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റിലെ വോൾട്ടേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് is question number 4. Which of the following have zero temperature coefficient of resistance? Option A is copper, option B is carbon, option C is manganese and option D is aluminum. അപ്പോൾ നമുക്ക് ആദ്യം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് വേരിയൻസും ഒക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. So what is temperature coefficient of resistance? TCR എന്ന് നമുക്ക് എഴുതാം. It is the calculation of relative change of resistance per degree of temperature change. അതായത് റെസിസ്റ്റൻസിന്റെ ചേഞ്ച് റിലേറ്റീവ് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ്, വെറുതെ ഉള്ള ചേഞ്ച് അല്ല, റിലേറ്റീവ് ടു ദി ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലേ. റിലേറ്റീവ് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് പെർ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. ഒരു ഡിഗ്രി ടെമ്പറേച്ചറിന് എന്തുമാത്രം റിലേറ്റീവ് ചേഞ്ച് ഉണ്ടാവുന്നു റെസിസ്റ്റൻസിന് എന്നുള്ളതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ പാർട്ട് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ്. PPM പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. 1 PPM എന്ന് പറഞ്ഞാൽ എന്താണ്? 0.0001% ആണ്. ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ്, ഇനി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TCR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. TCR is equal to R2 minus R1 by R1 into T2 minus T1. ഇക്വേഷൻ എങ്ങനെ വരുന്നത് ഒന്നുകൂടെ ഇവിടെ എഴുതാം. R2 എന്ന് പറഞ്ഞാൽ ഫൈനൽ റെസിസ്റ്റൻസ്, R1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടായല്ലോ, ആ ഒരു ചേഞ്ചിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. R2 മൈനസ് R1 ബൈ R1. R1ന് റിലേറ്റീവ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ റിലേറ്റീവ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. R2 മൈനസ് R1 ബൈ R1 പെർ ഡിഗ്രി സെൽഷ്യസ്. പെർ ഡിഗ്രി സെൽഷ്യസിന് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? T2 മൈനസ് T1. ഇവിടെ T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റെസിസ്റ്റൻസ് ഇസ് R2. R2 ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ അതാണ് T2. R1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ റെസിസ്റ്റൻസും T1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചറും. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1ൽ R1 ആയിരുന്നു റെസിസ്റ്റൻസ്, ഇനീഷ്യൽ ടെമ്പറേച്ചർ T2ൽ R2 ആയിരുന്നു റെസിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പം റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്തോറും കൂടുകയാണെങ്കിൽ
അപ്പോൾ R2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഹയർ വാല്യൂ ആയിരിക്കും, T2 എന്ന് പറഞ്ഞാലും ഹയർ വാല്യൂ ആയിരിക്കും. കാരണം ടെമ്പറേച്ചറും കൂടി അതേസമയം റെസിസ്റ്റൻസും കൂടി. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആയി വന്നു അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയുകയാണെങ്കിലോ, R2 എന്ന് പറഞ്ഞാൽ ഇവിടെ കുറഞ്ഞു, പക്ഷെ T2 എന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ടില്ല. T2 എന്ന് പറഞ്ഞാൽ കൂടുകയാണ് ചെയ്തത്. T2 കൂടി, T1 നിന്ന് T2 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും R1 നിന്ന് R2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ R2 R1നേക്കാളും കുറഞ്ഞു. അപ്പം നമ്മുടെ വാല്യൂ നെഗറ്റീവായി. അതുകൊണ്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇനി സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2നും R1നും ഒരു വാല്യൂ വ്യത്യാസം ഇല്ല. ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താലും R2നും R1നും വാല്യൂ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരിക? TCR എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ വാല്യൂ. അതാണ് സീറോ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോസിറ്റീവ് TCR, നെഗറ്റീവ് TCR, സീറോ TCR മൂന്നെണ്ണവും ഞാൻ നേരത്തെ പറഞ്ഞു. പോസിറ്റീവ് TCR എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂവും കൂടുന്നു. അങ്ങനെയുള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ് iron, steel, copper and other pure materials. ഒക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. എന്താണ്? അയൺ, സ്റ്റീല്, കോപ്പർ അതുപോലെ പ്യുവർ മെറ്റൽസ് ഒക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. നമ്മൾ റെയിൽവേ ട്രാക്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ റെയിൽസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം വിട്ടേക്കും അല്ലേ. കാരണം എന്താണ്? അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഡിഫോം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു സ്പേസിങ് വിട്ടിട്ടാണ് റെയിൽവേ ട്രാക്സിൽ റെയിൽസ് ഒക്കെ ലേ ചെയ്യുന്നത് അല്ലേ. രണ്ട് ട്രാക്സ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് ഈ ഒരു രണ്ട് റെയിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഒരു മെറ്റലിന് എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ അത് ഈ ഒരു ഏരിയയിലേക്ക് അതങ്ങ് എക്സ്പാൻഡ് ആയിക്കോളും. അവിടെ ഒരു ഡിഫോമിറ്റിയും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? അവിടെ എക്സ്പാൻഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസിന് ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുന്നെങ്കിൽ അതിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ലെങ്ത് ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെയിൽവേ ട്രാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അയൺ വെച്ചിട്ടാണ് കൂടുതൽ, സ്റ്റീൽ, അയൺ റോഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്യാപ്പ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അയൺ, സ്റ്റീൽ, കോപ്പർ, പിന്നെ പ്യുവർ മെറ്റൽസ് ഒക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ്. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴോ കാർബൺ, അതുപോലെ തന്നെ പെറ്റ്. കാർബൺ ഇസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാർബൺ ഇസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. കാരണം കാർബണിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുരുങ്ങും. അത് ചുരുങ്ങി ചാർക്കോൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തടിയൊക്കെ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അത് ചുരുങ്ങിയിട്ട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ചുരുങ്ങി അത് ഇല്ലാണ്ടാവുകയല്ല ചെയ്യുന്നത്. പക്ഷെ അത് ചാർക്കോൾ ആയിട്ട് അവിടെ ഫോം ചെയ്ത് ഏറ്റവും മിനിമൈസ്ഡ് ഫോമിലേക്ക് അത് കുറയുന്നു. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എക്സാമ്പിൾ ആണ് കാർബൺ. അതുപോലെ തന്നെ പെറ്റ് എന്ന് പറഞ്ഞാൽ പോളി എത്തിലീൻ ടെറാഫ്തലൈറ്റ്. നമ്മുടെ പെപ്സി, കൊക്കക്കോള ക്യാനൊക്കെ ഇല്ലേ, അതൊക്കെ പെറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ചൂടാക്കി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചുരുങ്ങും. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇനി സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾസോ ക്വാർട്സ് എന്ന് വെച്ചാൽ സിറാമിക് പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ. സെറാമിക് തന്നെയാണ്. അപ്പോൾ ഇത് ഹീറ്റ് ചെയ്താലും കൂൾ ചെയ്താലും ഒന്നും അതിന് യാതൊരു വ്യത്യാസവും റെസിസ്റ്റൻസിനൊന്നും വ്യത്യാസം വരികയില്ല. അതുപോലെ തന്നെ ചില അലോയ്സും അൽനിക്കോ, മംഗാനിൻ എന്ന് പറയുന്ന അലോയ്സും ഒക്കെ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ്. ലൈക്ക് അൽനിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ചിലൊക്കെ യൂസ് ചെയ്യില്ലേ, വാച്ചിൻ്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ അൽനിക്കോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അൽനിക്കോ യൂസ് ചെയ്യുന്നത്? കാരണം ഏതൊരു ടെമ്പറേച്ചറിലും നമുക്ക് കറക്റ്റ് ടൈം തന്നെ വാച്ച് കാണിക്കണം. അല്ലാതെ തണുപ്പ് കാലത്ത് കൂടിയ ടെമ്പറേച്ചറും അല്ലെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചറും ചൂട് കാലത്ത് പെട്ടെന്ന് ടൈം മാറുകയോ ഒന്നും ചെയ്യരുത്. തണുപ്പ് കാലത്ത് കുറഞ്ഞ ടൈമും, അതായത് 4 മണിക്ക് വരെ 3 മണി കാണിച്ചാൽ മതിയോ? പോരാ. അപ്പോൾ ആ ഒരു ടൈം ലാഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ടൈമിലും ഏതൊരു കാലാവസ്ഥയിലും സെയിം ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ക്ലോക്കും വാച്ചും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. കാണരുതെന്നല്ല പറയുന്നത്, കണ്ടോളൂ. പക്ഷേ സബ്സ്ക്രൈബ് കൂടെ ചെയ്താലും നമുക്ക് അതൊരു നമ്മുടെ ടീമിന് തന്നെ അതൊരു എന്താ പറയുക, അതൊരു എൻകറേജ്മെൻ്റ് ആണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് അപ്പോൾ താങ്ക് യു ഓൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം.